ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോ ഹോണ്ടയുടെ പാഷൻ പ്ലസ് ആണ് വണ്ടി. ജനറൽ സർവീസായിട്ട് കയറ്റിയാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ടോ. അപ്പോൾ ബ്രേക്ക് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പരമാവധിയും അഡ്ജസ്റ്റിങ്ങിലാണ്. അത് തീർന്നു കൊടുക്കണം കേട്ടോ. നമുക്കത് കൈയോടെ മാറ്റിയിടാം. കാരണം ഇനിയിപ്പോൾ ഈ കണ്ടീഷനിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ ബ്രേക്ക് തീരുന്നതിനനുസരിച്ച് ടൈപ്പിൻ്റെക്ക് പെട്ടെന്ന് കയറി ജാം ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റിയിടാം കേട്ടോ. പിന്നെ ചെയിൻ സ്പോക്കറ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചാൽ അപ്പോൾ നമുക്ക് ഫോം ടൈപ്പ് ഫിൽറ്ററാണ് പറഞ്ഞത്. അപ്പോൾ ചെറുതായിട്ടൊക്കെ പൊടിഞ്ഞു അതിൻ്റെ കാലാവധി കഴിഞ്ഞു. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരണം. ഏകദേശം ഒരു 100-110 രൂപ അടുത്ത് കോസ്റ്റ് വരും നമുക്ക് അതിന്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറണമുണ്ട്. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് കേബിളുകൾ, ആക്സിലേറ്ററിൻ്റെ കേബിൾ കംപ്ലൈൻ്റ് ഉണ്ട്, ക്ലച്ചിൻ്റെ കേബിളും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളെല്ലാം തന്നെ ഡാമേജാണ്. കാരണം ഞാൻ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊക്കെ ഉണ്ട്, അവിടെ ഔട്ടറൊക്കെ പൊട്ടി നല്ല ബ്രേക്ക് പിടിക്കുക ഒരു സ്മൂത്ത് ഇല്ലാത്തൊരു കണ്ടീഷനിലാണ്. അതേപോലെ തന്നെയാണ് ക്ലച്ചിൻ്റെ കേബിളും ആക്സിലേറ്റർ കേബിളും ടൈറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ 3 ബ്രേക്കിൻ്റെ ബ്രേക്ക് കേബിളും ക്ലച്ചും ആക്സിലേറ്ററും ആ 3 കേബിളും നമുക്ക് ചേഞ്ച് ചെയ്ത് തരാം. സ്പീഡോമീറ്ററിൻ്റെ സ്പീഡോമീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല. നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സ്പീഡോമീറ്റർ ഇടയ്ക്ക് ഒരു ഇത് കാണിക്കുന്നുണ്ട്. അത് കേബിളിന് പ്രശ്നമൊന്നുമില്ല, ഈ ക്രൗൺ സെറ്റിൻ്റെയാണ് കംപ്ലൈൻറ്റ് കേട്ടോ. വീലിൻ്റെ ഉള്ളിൽ തന്നെ പ്ലാസ്റ്റിക് വീലിൻ്റെ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിടാം. എന്ന് വെച്ചാൽ നമുക്ക് കിലോമീറ്റർ പൈസ അല്ലെങ്കിൽ കറക്റ്റ് കിലോമീറ്ററിൻ്റെ ഇതൊന്നും കാണിക്കില്ല, സ്പീഡ് കൃത്യമായിട്ട് വരില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ പ്ലഗ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. പ്ലഗ് നല്ല പ്ലഗ്ഗാണ് കിടക്കുന്നത്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. പിന്നെ ഓൾറെഡി എഞ്ചിനിൽ പറഞ്ഞിട്ട് ബാറ്ററി പറഞ്ഞ പോലെ ബാറ്ററിയുടെ അത്യാവശ്യം കാലാവധിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. 2018 മോഡലാണ് ഇരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് സെൽഫൊന്നും ചെയ്യാത്ത കാരണം കുഴപ്പമില്ല, സ്റ്റാർട്ടിങ്ങിലൊക്കെ വർക്കിംഗ് ആണ്, ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടാം കേട്ടോ. നമുക്ക് മാറ്റേണ്ടി വേണ്ട പാർട്സ് സ്പെയറായിട്ട് മാറ്റേണ്ടി വേണ്ട ഒന്നും ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റാനുണ്ട്, പിന്നെ എഞ്ചിൻ ഓയിൽ മാറാനുണ്ട്, എയർ ഫിൽറ്റർ മാറ്റാനുണ്ട്, ആക്സിലേറ്ററിൻ്റെ കേബിളും ക്ലച്ചിൻ്റെ കേബിളും ബ്രേക്കിൻ്റെ കേബിളും 3 കേബിളുകൾ മാറ്റാനുണ്ട്, സ്പീഡോമീറ്ററിൻ്റെ ക്രൗൺ പിനിയൻ സെറ്റ് മാറ്റാനുണ്ട്. പിന്നെ അതിൻ്റെ മിറർ വന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ മിറർ ഇല്ല. അപ്പോൾ അത് വെക്കണമെന്നുണ്ടെങ്കിൽ അതുകൂടിയും പറഞ്ഞല്ലോ കേട്ടോ. കാരണം ഇപ്പോൾ ഫിറ്റ്നസ് കാര്യങ്ങളെല്ലാം നോക്കണമുണ്ടല്ലോ. അപ്പോൾ വേണമെങ്കിൽ കൂട്ടത്തേക്കിടെ അതുകൂടി ക്ലിയർ ചെയ്തിടാം, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ എടുക്കാം.